Hi all. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കൗണ്ട് കോളം എങ്ങനെ സെയിൽ ബില്ലിൽ ആഡ് ചെയ്യാം. സാധാരണ സെയിൽ ബില്ല് എടുക്കുമ്പോൾ നമുക്ക് പാർട്ടിയുടെ നെയിം ഓഫ് ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ഇത്രയും കോളംസ് ആണ് കാണുന്നത്. ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് എന്നുള്ള കോളം ഇനേബിൾ ചെയ്യേണ്ടി വരും. ആഡ് ഓൺ ഫീച്ചറിൽ നിന്ന് ഇനേബിൾ ചെയ്യേണ്ടി വരും. അത് ഇനേബിൾ ചെയ്യാനുള്ള കോൺഫിഗറേഷൻ F11 ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൽ F2 ഇൻവെന്ററി ഫീച്ചേഴ്സ്, അതിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഇൻവോയ്സിംഗ് എന്നുള്ള മെനുവിന് താഴെ യൂസ് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഒരു ഓപ്ഷനിൽ നമ്മൾ എസ് ഇനേബിൾ ചെയ്യുന്നു. സോ ഇതില് ഡിസ്കൗണ്ടിൽ രണ്ട് രീതിയിലുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് പെർസെന്റേജും കൊടുക്കാം, ഡിസ്കൗണ്ട് എമൗണ്ടും കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇനേബിൾ ചെയ്തത് പെർസെന്റേജ് വൈസ്, അതും ഐറ്റം വൈസ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് ഇനേബിൾ ചെയ്തത്. നമുക്ക് ഈ വീഡിയോയിൽ രണ്ടും നോക്കാം. പാർട്ടി നെയിം കൊടുക്കുന്നു, ഡീറ്റെയിൽസ് കൊടുക്കുന്നു, കൺട്രി കൊടുക്കുന്നു, സ്റ്റേറ്റ്, പ്ലേസ് ഓഫ് സപ്ലൈ, രജിസ്റ്റേർഡ് ഓർ അൺരജിസ്റ്റേർഡ്. GST നമ്പർ ഉള്ള പാർട്ടി ആണെങ്കിൽ രജിസ്റ്റേർഡ് കൊടുക്കുന്നു, GST നമ്പർ ഇല്ലാത്ത പാർട്ടി ആണെങ്കിൽ അൺരജിസ്റ്റേർഡ് കൊടുക്കുന്നു. സെയിൽസ് GST കൊടുത്തു. റെഫ്രിജറേറ്റർ വേൾപൂൾ R33150 എന്നുള്ള ഐറ്റം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. എനിക്ക് അഡീഷണൽ വല്ല ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇതിൽ ടൈപ്പ് ചെയ്യാം. മീൻസ് ലൈക്ക് പാർട്ട് നമ്പർ അല്ലെങ്കിൽ കോഡ് നമ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ക്വാണ്ടിറ്റിയിലും അതുപോലെ 1 നമ്പേഴ്സ് കൊടുത്തു. 15,000 ഒരു റെഫ്രിജറേറ്ററിന്റെ. ഓട്ടോമാറ്റിക്കലി ഞാൻ ലാസ്റ്റ് എൻട്രി ചെയ്ത സെയിൽ ബിൽ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇതിലും ക്യാരി ഫോർവേഡ് ആവും. സോ 15,000 ഓട്ടോമാറ്റിക്കലി വന്നു. എനിക്കിവിടെ ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്നൊരു കോളം കാണാം. സോ ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു അതിൽ 5% ഡിസ്കൗണ്ട് ആണ് ഉള്ളതെങ്കിൽ ഇവിടെ വരുന്ന റേറ്റ് ശ്രദ്ധിച്ചോളൂ. ഞാൻ ഓൾറെഡി ഡിസ്കൗണ്ട് ഇല്ലാതെ കൊടുത്ത എമൗണ്ട് 1 നമ്പേഴ്സ് 15,000 കൊടുത്തു. ഇതിൽ 5% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ വന്ന വ്യത്യാസം ഇവിടെ ശ്രദ്ധിച്ചറിയാം. 15,000 മാറി ഇപ്പൊ എത്രയായി നമുക്ക് 14,250 എന്നുള്ള എമൗണ്ട് ആയി മാറി. ഇനിയാണ് നമ്മൾ അതില് CGST, SGST ഇങ്ങനെ എമൗണ്ട് ആയി കൊടുക്കാം. സോ നമ്മൾ ടോട്ടൽ എമൗണ്ട് 16,815. ആക്ച്വൽ എമൗണ്ട് ശ്രദ്ധിച്ചോളൂ ഒന്നും കൂടെ. 15,000 ആണ് ആക്ച്വൽ എമൗണ്ട്. അതിൽ 5% ഞാൻ ഡിസ്കൗണ്ട്. എപ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ടാക്സിന് മുന്നേ ഉള്ള ഫിഗറിനാണ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്. അതായത് ഡിസ്കൗണ്ട് കൊടുത്ത് കഴിഞ്ഞ എമൗണ്ടിനാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് 15,000 ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 14,250 ഇൻറ്റു 18% ആണ് നമ്മുടെ GST. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 9%, CGST 9%, SGST ആണ് സേവ് ആവുന്നത്. സോ ഇതിപ്പോ എനിക്ക് ടോട്ടൽ എമൗണ്ട് 16,815 റുപ്പീസ് ആയിട്ട് ഞാൻ എൻട്രി ചെയ്തു. ഇനി ഞാൻ അതേ ബില്ല് വീണ്ടും എൻട്രി ചെയ്യാണ് ഡിസ്കൗണ്ട് എമൗണ്ടിലൂടെ. അതെങ്ങനെയാന്നുള്ളത് നോക്കാം. സെയിം അതേ ഓപ്ഷനിൽ ഞാൻ ഇവിടെ GST രജിസ്ട്രേഷൻ അൺരജിസ്റ്റേർഡ് കൊടുത്തു, സെയിൽസ് GST പെർസെന്റേജ് കൊടുത്തു, റെഫ്രിജറേറ്റർ കൊടുത്തു. റേറ്റ് 15,000 തന്നെയാണ് ഇവിടെയും ഞാൻ കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നു 15,000. ഇനി ഞാൻ ഇവിടെ ഫുള്ളി എൻട്രി ചെയ്ത ശേഷം ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് Alt C ഞാൻ ഇവിടെ കൊടുക്കാണ് ഡിസ്കൗണ്ട് അലൗഡ്. ഇത് ഞാൻ എൻട്രി ചെയ്തു. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ എനിക്ക് എമൗണ്ട് ആയിട്ട് കൊടുക്കണമെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇവിടെ എമൗണ്ട് കാണിക്കുമ്പോൾ ഇപ്പൊ 2,000 റുപ്പീസ് ആണ് എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ -2,000. അപ്പൊ എനിക്ക് ഇവിടെ കാണാം 13,000 ആണ് ഡിഫറൻസ് എമൗണ്ട്. CGST 9% കൊടുത്തു, SGSTയും 9% കൊടുത്തു. അപ്പൊ നമുക്ക് ടോട്ടലി വന്ന എമൗണ്ട് 15,700 എന്നുള്ള എമൗണ്ട് ആണ് വന്നത്. ആദ്യം നമ്മൾ നോക്കിയ ഡിസ്കൗണ്ട് പെർസെന്റേജ് വൈസ് കൊടുത്തു, അത് ഐറ്റം വൈസ് ആണ്. അതായത് 5 ഐറ്റം ഉണ്ടെങ്കിൽ ഒരു ഐറ്റത്തിന് മാത്രം എഫക്ട് ചെയ്യണമെങ്കിൽ ഐറ്റം വൈസ് ഡിസ്കൗണ്ട് നല്ലതാണ്. ടോട്ടൽ ബില്ലിന്റെ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എന്നുള്ളതിന് ഈ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്ത് ടാലിയെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ ഓൾറെഡി ഒരു അറ്റാച്ച്മെന്റ് നമ്പർ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിന്റെ നമ്പറിൽ കോൺടാക്റ്റോ വാട്സപ്പോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.